സാറേ, ഇസ്രായേലിലെ അയൺ ഡോമിൻ്റെ മാതൃകയിൽ അമേരിക്ക ഇപ്പോൾ ഗോൾഡൻ ഡോം നിർമ്മിക്കുന്നു എന്ന് കേൾക്കുന്നു. എന്തായാലും വിശദാംശങ്ങൾ? അതിന് അവസാനത്തെ അനുമതിയായി. അതിൻ്റെ ഡിസൈൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഇത് സംരക്ഷണ കവചം ആണ്. ഇസ്രയേൽ ചെറിയ രാജ്യമാണ്. അതിൻ്റെ അയൺ ഡോം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പല സംവിധാനത്തിനേക്കാളുമൊക്കെ ചെറുതാണ്. നമ്മുടെ S-400 ആകാശ് തുടങ്ങിയ ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാളൊക്കെ ചെറിയ സംവിധാനമാണ് അവരുടെ അയൺ ഡോം എന്ന് പറയുന്നത്. മറ്റേ ട്രക്ക് മൗണ്ടഡ് ആണ്. ചെറിയ രാജ്യമായതുകൊണ്ട് പല ട്രക്കുകളിൽ അത് ഓടിച്ചു കൊണ്ടുപോകാം. മിസൈൽ കവചം ആണത്. ആക്രമണങ്ങളിൽ നിന്ന് ഹൂത്തികളൊക്കെ ആക്രമിക്കുന്ന മിസൈലൊക്കെ വേറൊരു മിസൈൽ അയച്ചൊക്കെ വെടിവെച്ചിടുന്ന സംവിധാനമാണ്. ഇതുപോലെ ഒരു കവചം അമേരിക്കയ്ക്ക് ഒരുക്കുന്ന ഇതാണ് ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ അയൺ ഡോമും ഇതുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണ്. ഇത് പ്രധാനമായിട്ടും ബഹിരാകാശത്ത് സ്പേസിലാണ് ഇതിൻ്റെ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കും ഈ എലൻ മസ്ക്. എന്താണെന്ന് വെച്ചാൽ ഉപഗ്രഹങ്ങൾ വഴിയുള്ള ധാരാളം സഹായങ്ങൾ ഈ പദ്ധതിക്ക് ഉണ്ടാവും. ഉപഗ്രഹങ്ങൾ വഴിയാണ് ഡിറ്റക്ഷനൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരെ ആണ് ഈ ഗോൾഡൻ ഡോം ഒരുക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് അമേരിക്കയിലേക്കൊരു മിസൈൽ വന്നാലും മിസൈലിനെ ആ ഉറവിടത്തിൽ തന്നെ തകർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനമായിട്ടാണ് ചെയ്യുന്നത്. ഉപഗ്രഹങ്ങൾ ഇത് കണ്ടെത്തും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതെ. അപ്പം അതുകൊണ്ട് പ്രത്യേക സംവിധാനങ്ങൾ വേണം. ഒരു പൊസിഷൻ ശരിയായിരിക്കില്ലല്ലോ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കും. ഇതൊരു എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. ട്രംപ് പറയുന്നത് ട്രംപിൻ്റെ ഈ ഊഴം ഉണ്ടല്ലോ ഭരിക്കുന്നത്, ആ ഭരണം അവസാനിക്കുന്നതോടുകൂടി ഇത് പൂർണ്ണമായിരിക്കും. ഈ സിസ്റ്റം ഇറ്റ് വിൽ ബി ഇൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കിൾ ഗുഡ്ലെയിൻ ആണ്. അദ്ദേഹത്തിനെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. മൈക്കിൾ ഗുഡ്ലെയിൻ സ്പേസ് ഫോഴ്സ് ഉണ്ട് അവിടെ പട്ടാളത്തിന്. ബഹിരാകാശ യുദ്ധം ഇപ്പം തന്നെ നോക്കുന്ന ആള് അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഗോൾഡൻ ഡോം ഒരുക്കാനായിട്ട്. ഈ ആകാശ ഭീഷണികൾ ചെറുക്കും. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ അല്ലേ, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈലുകളെയൊക്കെ ചെറുക്കും. ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ ചെറുക്കും. അപ്പോൾ ഇസ്രയേലിൻ്റെ അയൺ ഡോമിൽ നിന്ന് തന്നെയാണ് പ്രചോദനം. കാരണം ഒരു രാജ്യത്തിന് മുഴുവൻ കവചം ഒരുക്കുന്നത് 2011 തന്നെ അവിടെ അയൺ ഡോം ഉണ്ട്. എത്രയോ കാലം മുമ്പേ അവര് അല്ലേ, കാലത്തിന് മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ 2011 മുതൽ അവിടെ ഉണ്ട്. ഈ ഗോൾഡൻ ഡോമിന് വരുന്ന ചെലവ് $175 ബില്യൺ ആണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 15 ലക്ഷം കോടി രൂപ നമ്മുടെ കറൻസി ഗോൾഡൻ ഡോമിന് മൊത്തം. അപ്പോൾ കാനഡ ഇതിൻ്റെ ഭാഗമാകും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് മൈക്ക് കാർണി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ട്രൂഡോ പറയുന്നത് പോലെ അല്ല. അപ്പോൾ മസ്കിൻ്റെ സ്പേസ് എക്സിന് ഇതിൽ വലിയ കാര്യം ഉണ്ടാവും. ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ജനുവരി 27 ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇത് സംബന്ധിച്ച് ഇറക്കിയിരുന്നു. ഇപ്പോഴാണ് ഡിസൈൻ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നത്. 1983 റൊണാൾഡ് റൈഗൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങി വെച്ചിരുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പം നടക്കുന്നത്. ഇത് കരയിലും ബഹിരാകാശത്തും ഒക്കെ ഈ പദ്ധതിയുടെ ഭാഗങ്ങൾ ഉണ്ടാവും. ഡിറ്റക്റ്റ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, നശിപ്പിക്കുക ശത്രുവിൻ്റെ ആയുധങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലോഞ്ചിന് മുമ്പ് തന്നെ നശിപ്പിക്കാൻ കഴിയും ഈ പദ്ധതിയിൽ. മറ്റേത് ലോഞ്ച് ചെയ്തിട്ടാണല്ലോ, ലോഞ്ച് ചെയ്യുന്നതൊക്കെ അറിയും. മിഡ് എയറിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും നശിപ്പിക്കുന്നത്. ഇത് ലക്ഷ്യത്തിൽ വെച്ച് തന്നെ. ഇത്
ലോഞ്ച് ചെയ്യാറായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഉപഗ്രഹത്തിൽ നിന്ന് കണ്ടു നശിപ്പിക്കാം. അപ്പം ഇതിൻ്റെ ആദ്യത്തെ ഫണ്ട് ഇപ്പം അനുവദിച്ചു. അത് $25 ബില്യൺ എന്ന് പറഞ്ഞാൽ 2.14 ലക്ഷം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ $25 ബില്യൺ അനുവദിച്ചു കഴിഞ്ഞു. അപ്പോൾ പരിപാടി ഇനി നടക്കാൻ പോകണം. 20 കൊല്ലത്തേക്ക് ഇതിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കും. ഈ ചെലവ് 20 കൊല്ലത്തേക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കും, പൂർണ്ണമാകുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൈനയും റഷ്യയും ഈ പദ്ധതിയെ എതിർത്തിട്ടുണ്ട്. കാരണം അമേരിക്ക ബഹിരാകാശത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുകയാണ് എന്ന് റഷ്യയും ചൈനയും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ചില അപ്പൊ അമേരിക്ക ഗോൾഡൻ ഡോം ഒരുക്കുമ്പോൾ ഇനി റഷ്യയും ചൈനയും അതിന് സമാനമായ കാര്യങ്ങൾക്ക് നീങ്ങുമല്ലോ. അപ്പോൾ ബഹിരാകാശ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബഹിരാകാശം കൂടി യുദ്ധക്കളം, ഉപഗ്രഹങ്ങളുമൊക്കെ യുദ്ധത്തിന് വേണ്ടി നടക്കുന്ന ഭ്രമണം ചെയ്യുന്ന പരിപാടിയിലേക്ക് വരികയാണ്. അപ്പോൾ അമേരിക്കയിൽ തന്നെയാണ് ഇതിൻ്റെ പണി മുഴുവൻ നടക്കുക എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ജോർജിയ, അലാസ്ക, ഫ്ലോറിഡ, ഇൻഡ്യാന ആ പ്രവിശ്യകളിലൊക്കെ ഇതിൻ്റെ പണി നടക്കും. ഇപ്പോൾ ഈ ഗ്വറ്റ്ലെയിൻ ഈ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ മേൽനോട്ടം. അത് ഇപ്പോൾ വൈസ് ചീഫ് ഓഫ് സ്പേസ് ഓപ്പറേഷൻസ് ആണ്. അവിടുത്തെ ആംഡ് ഫോഴ്സസിന് ഒരു ബഹിരാകാശ ഓപ്പറേഷൻ ഇപ്പം തന്നെ ഉണ്ട്. അതിൻ്റെ ഉപമേധാവിയാണ് അദ്ദേഹം. ഈ മൊത്തം $542 ബില്യൺ ആകുന്നു. ഇപ്പോൾ ചെലവുകൾ കണക്കാക്കിയിരിക്കുന്നത് $175 ബില്യൺ ആണല്ലോ. 20 കൊല്ലത്തേക്ക് ഈ ട്രംപിൻ്റെ കാലാവധി തീരുന്നത് വരെയാണ് അത് പൂർത്തിയാവുന്നത്. അത് കഴിഞ്ഞ് 20 കൊല്ലം കൂടി ഇത് സ്പ്രെഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ $542 ബില്യൺ ആകും ചിലവെന്ന് പറയുന്നുണ്ട്. ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ 400 ഇരട്ടി ചെറിയ രാജ്യമാണ്. സാധാരണ ഇരട്ടി എന്ന് പറയുന്നത് വലുതില്ലേ പറയുന്നത്, ഇത് 400 ഇരട്ടി ചെറിയ രാജ്യം ഇസ്രയേൽ. പിന്നെ വളരെ ഫ്ലാറ്റായിട്ടുള്ള സമതലമായിട്ട് കിടക്കുന്നൊരു മരുപ്രദേശമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അങ്ങനെയല്ല അമേരിക്ക. ഹമാസിൻ്റെ റോക്കറ്റല്ല അമേരിക്കയ്ക്കെതിരെ ചെല്ലുന്നത്, റഷ്യയുടെയും ചൈനയുടെ ആണ് എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ബഹിരാകാശം വഴി പ്രതിരോധം തീർക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഉപഗ്രഹങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭ്രമണപഥത്തിലായിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. അത് സ്റ്റാറ്റിക് ആയിരിക്കില്ല, ഒരേ സ്പോട്ടിലായിരിക്കില്ല. ഇപ്പോൾ റഷ്യയുടെ ഒരു മിസൈൽ ബെയ്ജിങ്ങിൽ ഇത്ര അല്ലേ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപഗ്രഹം എപ്പോഴും അവിടെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കറങ്ങുന്നത് കൊണ്ട് കൃത്യമായ സ്പോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റലേഷൻ ഓഫ് ഇൻ്റർസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ തടയുന്ന അല്ലേ, തടഞ്ഞ് നശിപ്പിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, ഇൻ്റർസെപ്റ്റേഴ്സ്, മിസൈലുകളോ അങ്ങനത്തെ സംവിധാനങ്ങൾ ഒരു ക്ഷീരപഥം കോൺസ്റ്റലേഷൻ വേണ്ടി വരും എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾ എപ്പോഴും ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് ആ ക്ഷീരപഥത്തിൽ 16,000 ഇൻ്റർസെപ്റ്റേഴ്സ് വേണ്ടി വരുന്നതാണ് കണക്ക്. 16,000 വലിയ കൂടുതലല്ലേ? ബഹിരാകാശം അത്രയും ഇൻ്റർസെപ്റ്റേഴ്സൊക്കെ വെച്ചിട്ടാണ് കാരണം ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്തത് കൊണ്ട് ഇൻ്റർസെപ്റ്റേഴ്സ് പല സ്ഥലത്ത് ഉണ്ടാകണമല്ലോ. അപ്പോൾ യുദ്ധമുറ മുഴുവൻ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നർത്ഥം. അങ്ങനെയാണ്. ഇത് നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു തുടക്ക ചർച്ച നേരത്തെ ചെയ്തപ്പോൾ ഒരു ദ്വീപിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഡിഗോ ഗാർഷ്യയൊക്കെ പോലെ ചില ദ്വീപുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല, ഈ 16,000 ഇൻ്റർസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വേറെയും അവരുടെ താവളങ്ങളിലൊക്കെ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു വ്യോമയുദ്ധത്തിന്റെ കാലമാണ് വരാൻ പോകുന്നതെന്ന്. വ്യോമയുദ്ധം അല്ലല്ലോ, അല്ല വ്യോമ മീൻസ് ഈ ബഹിരാകാശ സാറ്റലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഓരോ രാജ്യവും അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബഹിരാകാശത്ത് അവരൊരു
യുദ്ധസജ്ജീകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏത് രാജ്യത്തേക്കും അമേരിക്കയ്ക്ക് കൈകാര്യം ചെയ്യാനും പറ്റുമല്ലോ. അതെ, അങ്ങോട്ടുള്ളതിനെ ചെറുക്കുക എന്നുള്ളതാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കുന്നു എന്ന്. തിരിച്ചുമാകാമല്ലോ, അറ്റാക്കും ചെയ്യാമല്ലോ. ബഹിരാകാശ യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ലോകം വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.